ഇതിപ്പോ എന്തിനാ ജിമ്മിന്റെ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ചൊന്നുമില്ല, ആശയദാരിദ്ര്യം അത്രേ ഉള്ളൂ. ടെക് ചാനലായി പോയില്ലേ, എന്തെങ്കിലുമൊക്കെ ടെക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്കിപ്പോ പ്രത്യേകിച്ച് അൺബോക്സിംഗ് ചെയ്യാനായിട്ട് സാധനങ്ങളൊന്നും കിട്ടാറൊന്നുമില്ല. അപ്പോൾ സാധാരണ നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ട്യൂട്ടോറിയൽസ് ഒന്നും ഇട്ടിട്ട് ആരും കാണും. ഇത് കാണാൻ 5 പേര് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പിന്നെ എന്റെ ഒരു മനസംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഇടുന്നതേ ഉള്ളൂ. ഞാൻ കരുതിയിരിക്കുന്ന മാക്സിമം വ്യൂസ് 10 വ്യൂസ് ആണ് ഇതിനകത്ത് കരുതിയിരിക്കുന്നത്. അതേ കൂടുതൽ ആരും ഇത് കാണുന്നത് എനിക്ക് വലിയ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വെറുതെ എന്റെ ഒരു സമാധാനത്തിൽ ഇടുന്നതേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് കാണാം, വെറുതെ ഞാൻ എന്റെ ടൈം പാസ് ഇടുന്നതേ ഉള്ളൂ. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇതൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ജിംബ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ജിംബ് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോഷോപ്പ് ഉണ്ടല്ലോ, ഫോട്ടോഷോപ്പിനകത്ത് ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ജിംബ് എന്ന് പറയുന്നത്. ഇതൊരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്, നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. jimb.org എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ജിംബ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെ ജിംബ് ഡൗൺലോഡ് ചെയ്യാമെന്നും ജിംബിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. ഇനിയിപ്പോ ജിംബിനകത്തുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യാം, ഓരോ ട്യൂട്ടോറിയൽ ടൈപ്പ് ആയിട്ട് ചെയ്യാം. അപ്പോൾ jimb.org എന്ന് പറയുന്ന വെബ്സൈറ്റ് തുറക്കുക. ഇതായിരിക്കും ജിമ്മിന്റെ ഒരു ഹോം പേജ് എന്ന് പറയുന്നത്, വെബ്സൈറ്റിന്റെ ഹോം പേജ്. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏറ്റവും പുതിയ വെർഷൻ 2.10.38 എന്ന് പറയുന്ന വെർഷനാണ് ഏറ്റവും പുതിയത്. ഇവിടെ നമുക്ക് OS, ഇത് ലിനക്സിന് വേണ്ടിയിട്ട് വിൻഡോസിന് വേണ്ടിയിട്ടുള്ള വെർഷൻസ് ഒക്കെ അവൈലബിൾ. ലിനക്സ്, മാക്, വിൻഡോസ് എന്നിങ്ങനെ 3 ഓപ്ഷൻസ് നമുക്കുണ്ട്. നമുക്കിവിടെ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ ആണ് എടുക്കുക. ടോറന്റ് വഴി എടുക്കാം, മൈക്രോസോഫ്റ്റ് സ്റ്റോർ വഴി എടുക്കാം, ഡയറക്റ്റ്ലി എടുക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റ്ലി കൊടുക്കുന്നത്. ഡയറക്റ്റ്ലി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ജിമ്മിന്റെ ഒരു ഫയൽ, ഇവിടുത്തെ ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. 329 MB സൈസ് ഉള്ള ഒരു exe ഫയൽ കിട്ടും. അത് ജസ്റ്റ് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഇൻസ്റ്റാൾ ഫോർ ഓൾ യൂസേഴ്സ് കൊടുക്കുക. കൺഫർമേഷൻ ചോദിക്കുന്ന യെസ് കൊടുക്കുക. ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുത്തിട്ട് ഓക്കെ എടുക്കുക. ഇവിടെ നമുക്ക് ഇൻസ്റ്റോൾ കസ്റ്റമൈസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതിന്റെ ആവശ്യം തൽക്കാലം ഇവിടെ വരുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ഇൻസ്റ്റോൾ തന്നെ കൊടുത്താൽ മതി. കസ്റ്റമൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഡയറക്റ്റ്ലി സി ഡ്രൈവിനകത്ത് അങ്ങ് ഇൻസ്റ്റാൾ ആയിക്കോളും. അതിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് ആ ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആകുന്നത് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഫിനിഷ് കൊടുക്കുക. നമുക്ക് ജിംബ് ഒന്ന് ഓപ്പൺ ആക്കാം. സ്റ്റാർട്ടിൽ വന്നു കഴിഞ്ഞാൽ ജിംബ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജിംബ് തുറക്കാം. ഫസ്റ്റ് ടൈം ഓപ്പൺ വരാൻ കുറച്ച് ടൈം എടുക്കും. അത് ആദ്യത്തെ ഒരു തവണയേ ഉള്ളൂ. പിന്നീട് മുതൽ നന്നായിട്ട് സ്പീഡിന് വരും. ഇതിപ്പോ ആദ്യത്തെ ആ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ റെഡിയാവുന്നതിന്റെ ഭാഗമായിട്ട് ഡിലേ വരുന്നത്. ഇതാണ് ജിമ്മിന്റെ മെയിൻ പേജ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഹോം പേജ്. ഇവിടെ നമുക്ക് മുകളിലായിട്ട് അതിന്റെ ഫയൽ എഡിറ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. താഴെ ഭാഗത്തായിട്ട് ടൂൾ ബാർ, പിന്നെ താഴെയായിട്ട് നമ്മുടെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ പല ദിവസത്തായിട്ട് കുറച്ച് ബ്രഷുകളുടെ ഭാഗങ്ങളും, പിന്നെ താഴെയായിട്ട് നമ്മുടെ ലെയർ പാലറ്റ്, ഫോട്ടോഷോപ്പിനകത്തുള്ളവരെ തന്നെ ലെയർ പാലറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വിൻഡോ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ മാറ്റാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചിത്രം ഇമ്പോർട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്കൊരു ന്യൂ ഫയൽ വേണമെങ്കിലും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഓരോ ടൂളുകളും എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കൂടെ പഠിക്കാം. ജസ്റ്റ് ഇപ്പൊ ഒരു ന്യൂ ഡോക്യുമെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. നമുക്കിവിടെ ഫ്രഷ് ടൂളും മറ്റൊക്കെ ഉണ്ട്. നമുക്ക് പഠിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ കൂടി ഒന്ന് ഓപ്പൺ ആക്കി ഇവിടെ കാണിച്ചു തരാം. ഞാനിവിടെ പിക്ചേഴ്സിനകത്തുനിന്നും അതേ ഒരു ഇമേജ്, ഈ ഒരു ഇമേജ് ഞാൻ ഇവിടെ തുറക്കുക. മുമ്പേ അതൊരു വീഡിയോ കൊണ്ട് ചെയ്തിട്ട് തംബ്നെയിലാണ്. ജസ്റ്റ് ഒരു ഫോട്ടോ ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ടൂൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. കാണാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഇത് നമ്മൾ ഡീറ്റെയിൽ ട്യൂട്ടോറിയൽ ഇട്ടിട്ട് കാര്യമുള്ളൂ. ആരും ഉണ്ടോ തോന്നുന്നില്ല. ഈ വീഡിയോക്ക് ഒരു 10 ലൈക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ജിമ്മിന്റെ ട്യൂട്ടോറിയൽസ് ഇടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ വീഡിയോക്ക് 10 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. 10 ലൈക്ക് കിട്ടി കഴിഞ്ഞാൽ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്കൊരു ബോധ്യം വരും. വെറുതെ ഞാൻ കിടന്ന് ഇതുപോലെ എഫർട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം എന്നൊരു ഉദ്ദേശത്തിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.